എല്ലാവർക്കും നമസ്കാരം. മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ പുറത്തിറക്കിയ പ്രസ്താവനയുടെ സമ്പൂർണ്ണ രൂപമാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 4 പതിറ്റാണ്ടിലേറെയായി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുടെയും ലക്ഷ്യത്തിനായി ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. ശക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ദീർഘവീക്ഷണമുള്ളതുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് ശക്തമായ ഒരു രാഷ്ട്രത്തിൻ്റെ അടിത്തറയെന്ന് ഞാൻ എന്നും വിശ്വസിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവജനങ്ങളുടെ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും ന്യായമായ പ്രതീക്ഷകളെയും ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിലെ ഒരു ധാർമ്മിക പ്രതിബദ്ധതയായിരുന്നു. ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ രാജ്യത്തെ സേവിക്കാൻ അവസരം നൽകിയ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ 2026 മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ അന്വേഷണം CBIക്ക് കൈമാറുകയും പരീക്ഷ റദ്ദാക്കി വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. കൂടാതെ അടുത്ത വർഷം മുതൽ ഈ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ CBT രീതിയിൽ നടത്താനും തീരുമാനിച്ചു. ഈ കാലയളവിൽ ഉടനീളം 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്കായുള്ള പരീക്ഷ സുഗമമായി നടത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണന. കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ, പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ എന്നിവയുടെ സംയുക്ത പരിശ്രമത്തിലൂടെയാണ് അത് സാധ്യമായത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ 2026 ജൂൺ 21 പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ആദ്യ ദിവസം മുതൽ തന്നെ ഈ വിഷയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. ഒരു ഘട്ടത്തിലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല. പരീക്ഷാ മാഫിയയുടെ പ്രവർത്തനങ്ങൾ മൂലം കഴിവുള്ള ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി നശിക്കരുതെന്നും ഒരു വിദ്യാർത്ഥിക്കും അനീതി സംഭവിക്കരുതെന്നും ഞാൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു. ജൂലൈ 16 പ്രഖ്യാപിച്ച നീറ്റ് UG പരീക്ഷാഫലം തൃപ്തികരമായിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി മിടുക്കരായ വിദ്യാർത്ഥികൾ മികച്ച വിജയം കൈവരിച്ചു. എന്നിരുന്നാലും ഈ ഘട്ടത്തിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചിലർ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും അനാവശ്യ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിച്ചു. അത് എന്നെ അതീവമായി വേദനിപ്പിച്ചു. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിയിൽ എനിക്കെന്നും അചഞ്ചലമായ വിശ്വാസമുണ്ട്. രാജ്യത്തെ യുവജനങ്ങളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഞാൻ എന്നും ആദരിച്ചിട്ടുണ്ട്. അവർ ഇന്ത്യയുടെ ഭാവി മാത്രമല്ല, പുതിയതും വികസിതവുമായ ഇന്ത്യയെ സൃഷ്ടിക്കുന്ന ശില്പികളും വഴികാട്ടികളുമാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ എന്നെ വളരെയധികം ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഇതെനിക്ക് വ്യക്തിപരമായ അഭിമാനത്തിൻ്റെ വിഷയമല്ല. ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി നമ്മുടെ യുവജനങ്ങളാണ്. രാജ്യത്തെ യുവതലമുറ ആശയക്കുഴപ്പത്തിൻ്റെ വലയത്തിൽ അകപ്പെടാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നതാണ് എൻ്റെ പ്രതിജ്ഞ. ജന്തർ മന്ദറിലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് രാജ്യവിരുദ്ധ ശക്തികൾ ഈ സാഹചര്യം മുതലെടുക്കാതിരിക്കുവാനും ദേശീയ ഐക്യം സംരക്ഷിക്കുവാനും ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെയും ഭാവി നിയമസങ്കീർണതകളിൽ കുടുങ്ങാതിരിക്കുവാനും നമ്മുടെ മക്കൾ അവരുടെ പഠനത്തിലും ഭാവി കെട്ടിപ്പടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമായി ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് എൻ്റെ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നു. എനിക്കെന്നും മാർഗനിർദ്ദേശവും വിശ്വാസവും അചഞ്ചലമായ പിന്തുണയും നൽകിയ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് ഞാൻ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. മന്ത്രിസഭയിലെ എൻ്റെ സഹപ്രവർത്തകർക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും എനിക്കൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. രാജ്യസേവനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ദൗത്യം. അതിനായി ഞാൻ എന്നും സമർപ്പിതനായിരിക്കും. ഭഗവാൻ ജഗന്നാഥന്റെ അനുഗ്രഹത്തോടെ മാതൃഭൂമിയായ ഇന്ത്യയുടെ ഒഡീഷയിലെ ജനങ്ങളുടെ, രാജ്യത്തെ യുവജനങ്ങളുടെ പ്രതീക്ഷകൾ സഫലമാക്കുന്നതിനായി ഭാവിയിലും എനിക്ക് കഴിയുന്ന എല്ലാ വിധത്തിലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും.